കൊല്ലം മൈലാപ്പൂരിൽ സുഹൃത്തുക്കൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു. ഉമയനല്ലൂർ സ്വദേശി റിയാസാണ് മരിച്ചത്. സുഹൃത്തുക്കളായ ഷെഫീഖ്, തുഫൈൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ യുവാവിനെ തീ കൊളുത്തുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? മുൻപാണ് ഈ കൊല്ലം മൈലാപ്പൂരിൽ വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. യുവാവിനെ ഓട്ടോറിക്ഷയോടുകൂടി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. രണ്ടുപേരിൽ നിന്നാണ് യുവാവിനെ തീ കൊളുത്തിയത്. ഇതിൽ തന്നെ തുടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റിരുന്ന റിയാസ് ഉമയനല്ലൂർ സ്വദേശിയാണ്. ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് ഇന്നാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടായതും തുടർന്ന് ഇങ്ങനെ തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. രണ്ടുപേരെ, ഷെഫീഖ്, തുഫൈൽ എന്ന് പറയുന്ന രണ്ടുപേരെ ആണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിൽ ഗുരുതരമായി 65% പൊള്ളലേറ്റ ഈ റിയാസ് മരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടിയം പോലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ വകുപ്പുകൾ മാറുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൊലക്കുറ്റം പ്രതികൾക്കെതിരെ ചുമത്തും. അത്തരത്തിൽ നടപടിയിലേക്ക് പോലീസ് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും റിയാസ് ആണ് ഇത്തരത്തിൽ കടം വാങ്ങിയതിന്റെ പേരിൽ ഈ ഓട്ടോറിക്ഷയോടുകൂടി ഈ തീപ്പൊള്ളലേറ്റ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. മനോജ്, എന്തായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടിയും അറിയേണ്ടത് ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. നിലവിൽ അന്വേഷണം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? സംഭവവുമായി ബന്ധപ്പെട്ട് 2 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൈലാപ്പൂർ സ്വദേശികളായ ഷെഫീഖ്, തുഫൈൽ എന്നിവരാണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് തീ കൊളുത്തിയത്, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതെന്നാണ് പോലീസ് വിലയിരുത്തിയിരിക്കുന്നത്. തുടർന്നാണ് ഇവരുടെ അറസ്റ്റ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയത്. അതായത് പെട്രോൾ ഒഴിച്ച് റിയാസിനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പൊള്ളലേറ്റ റിയാസ് മരിച്ചിരിക്കുന്നു. തുടർ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.